പോലെ ഇങ്ങനെ ഒരു യൂത്ത് ഫണ്ടിന്റെ സമ്മേളനം നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചത് 3 ആഴ്ച മുമ്പ് മാത്രമാണ്. ഈ 3 ആഴ്ച കൊണ്ട് ഇവിടുത്തെ എല്ലാ മണ്ഡലത്തിലും പല മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലും യുവജനങ്ങളുടെ ഈ ജാഥ, ഈ മാർച്ച് ഇന്ന് നമുക്കറിയാവുന്നതുപോലെ രാവിലെ തൊട്ട് ഇന്നലെ രാത്രി തൊട്ടുള്ള മഴയായിരുന്നു. നടക്കുമോ ഇല്ലയോ എന്നുള്ള പ്രയാസം. പല മണ്ഡലങ്ങളിൽ നിന്നും യൂത്ത് ഫണ്ട് പല പ്രവർത്തകരും പോരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രസംഗിക്കുവാൻ തന്നെയാണ് വന്നത്. പക്ഷെ നമ്മൾ പരിമിതപ്പെടുത്തിയത് അടുത്ത മഴ വരുന്നതിന് മുമ്പ് നമുക്ക് ഇത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇതേ സമയത്ത് ഒരാഴ്ച മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു, ഛത്തീസ്ഗഡില് ദുർഗ് എന്ന് പറയുന്ന പ്രദേശത്താണ് നിറമുള്ള ജീവിത പീലി തന്നു, എന്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിൽ ഒരു കൂട് തന്നു, നിന്നാത്മശിഖരത്തിൽ ഒരു കൂട് തന്നു. ഒരു മഴ തോന്നു, തോരാത്ത മഴയായി പാലായുടെ തലമുറകൾക്ക് ജീവിതത്തിൽ നിറമുള്ള ജീവിത പീലി തന്ന, അവരുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾക്ക് പുതിയ ആകാശം തന്ന, തന്റെ ആത്മശിഖരത്തിൽ പാലായ്ക്ക് കൂടുകൾ നൽകിയ മഹാവൃക്ഷം കെ എം മാണിയുടെ മണ്ണ് നമ്മൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ സമ്മേളനം. വളരെ പാലായുടെ മണ്ണിൽ നിൽക്കുമ്പോൾ മാണിസാറിനെ ഓർക്കാതെ കടന്നു പോകാൻ കഴിയും. പാലായെ പാലാക്കി മാറ്റിയ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇന്നും നിറഞ്ഞ വസന്തമായി നിൽക്കുന്ന മണിസാറിന്റെ ദീപ്തമായ ഓർമ്മകളെ ഞാൻ ഈ സന്ദർഭത്തിലെ പങ്കുവെക്കുകയാണ്. ഇന്നിവിടെ അല്പനിമിഷം മുമ്പ് നമ്മുടെ കിഴതടിയൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ കുരിശുപള്ളി കവലയിലേക്ക് പാലാ നിയോജക മണ്ഡലത്തിലെ 13-12 പഞ്ചായത്തുകളിൽ നിന്നും ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നുമായി ഇവിടെ ആയിരക്കണക്കിന് യുവജനങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ടെങ്കിൽ സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇന്ന് കേരളത്തിലെ ശക്തമായ യുവജന പ്രസ്ഥാനങ്ങളിൽ ഒന്ന് കേരള യൂത്ത് ഫണ്ടുമാണ്.